ഹാൻഡ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരാൾ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു വിചാരിച്ചോ, ഒരു സെല്ലിൽ നിന്നും വേറൊരു സെല്ലിലോട്ട് ട്രാവൽ ചെയ്യാണ്. കോൾ നടക്കുന്നുണ്ട്. ഹി ഓർ ഷീ ഈസ് മൂവിങ് ഫ്രം വൺ സെൽ ടു അനദർ. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ മൊബൈൽ സ്വിച്ചിങ് സെന്റർ കോളിനെ ട്രാൻസ്ഫർ ചെയ്യണം ഫ്രം ന്യൂ സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ചാനൽ ചേഞ്ച് ചെയ്യണം. അപ്പം ചേഞ്ച് ചെയ്യുന്ന ആ ടെക്നിക്കിന് എന്ത് പറയാം? ഹാൻഡ് ഓഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ സെൽ 1 ഇന്ന് നമ്മളുടെ സെൽ 1 അസ്യൂം, ഇതെന്താ സെൽ 2. ഇവിടെ യൂസ് ചെയ്യുന്ന ചാനൽ ഇപ്പോൾ ചാനൽ കെ, ഇവിടെ യൂസ് ചെയ്യുന്ന ചാനൽ അസ്യൂം ചെയ്യുക ചാനൽ കെ. ഇവിടുത്തെ ചാനൽ എന്ന് പറയുന്നത് ചാനൽ എം. ഇനി ഈ എം എസ് എന്ന ആള് വേറൊരു സെല്ലോട്ട് മൂവ് ചെയ്യുമ്പോൾ, വൈൽ ഇൻ കോൺവെർസേഷൻ, കോൾ വിളിക്കുന്ന സമയത്ത് മൂവ് ചെയ്യുമ്പോൾ ഈ ചാനൽ കെന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ചാനൽ എമ്മിലോട്ട് കോൾ ട്രാൻസ്ഫർ ചെയ്യണം. ആ ടെക്നിക്കിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ എന്തൊക്കെ പ്രൊസീജിയർ വേണം? ഒരു ഫ്രം നോർമൽ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ അറിയണം? ഒന്ന്, ഏത് ബേസ് സ്റ്റേഷൻ ആണെന്ന് അറിയണം. ബേസ് സ്റ്റേഷൻ ഇതിന്റെ കേസിൽ എന്താണ് നോക്കാം. ഇതിന്റെ അകത്ത് കേസ് ബേസ് സ്റ്റേഷൻ എന്താണ്? ഇതാണ് നമ്മുടെ ബേസ് സ്റ്റേഷൻ. അപ്പൊ പുതിയ ബേസ് സ്റ്റേഷൻ ഏതെന്ന് അറിയണം. അതാണ് നമ്മളിത് ന്യൂ ബേസ് സ്റ്റേഷൻ. ഐഡന്റിഫൈ ദ ന്യൂ ബേസ് സ്റ്റേഷൻ. BTS എന്ന് പറയുന്നത് ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ ആണ്. ട്രാൻസ്മിറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷൻ. ഇനി ഒന്നിൽ കൂടുതൽ BTS ആര് കൺട്രോൾ ചെയ്യും? BSC കൺട്രോൾ ചെയ്യും. ഓക്കെ, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഓക്കെ, ഇതെല്ലാം ഇനി ഇതിൽ വരും. GSM ആർക്കിടെക്ചറിൽ കറക്റ്റായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും. ബേസ് ഇത്ര അറിഞ്ഞാൽ മതി. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ന്യൂ ബേസ് സ്റ്റേഷൻ അറിയണം. ഹാൻഡ് ഓഫ് നടക്കണമെങ്കിൽ ന്യൂ ബേസ് സ്റ്റേഷൻ അറിയണം. പിന്നെ എന്താണ്? റീഅലോക്കേറ്റിംഗ് ദ വോയിസ് ആൻഡ് കൺട്രോൾ ചാനൽസ് വിത്ത് ദ ന്യൂ ബേസ് സ്റ്റേഷൻ. ആദ്യം കണ്ടുപിടിക്കുക പുതിയ ബേസ് സ്റ്റേഷൻ ആരാണെന്ന്. അത് കഴിഞ്ഞിട്ട് വോയിസിനെയും കൺട്രോൾ ചാനൽസിനെയും റീഅലോക്കേറ്റ് ചെയ്യണം. ഇതാണ് ഹാൻഡ് ഓഫിൽ ബേസിക്കലി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നത്. ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് എന്ന് പറയുന്നത് ഒരു ത്രിഷോൾഡ് ലെവൽ കഴിഞ്ഞിട്ട് ഹാൻഡ് ഓഫ് നടക്കണം. ആ ലെവലിനാണ് ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? മിനിമം യൂസബിൾ സിഗ്നൽ ഫോർ അക്സെപ്റ്റബിൾ വോയിസ് ക്വാളിറ്റി. മിനിമം യൂസബിൾ സിഗ്നൽ ഒന്ന് കറക്റ്റായിട്ടൊരു വോയിസ് ക്വാളിറ്റി ഇട്ടാൻ വേണ്ടിയുള്ള മിനിമം യൂസബിൾ സിഗ്നലിൻ്റെ വാല്യൂ അറിയണം. നോർമലി ടിപ്പിക്കലി ദ വാല്യൂ ഇസ് -90 dBm ടു -100 dBm ആണ് റേഞ്ച്. ഇനി അപ്പോൾ അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാം? ഹാൻഡ് ഓഫ് മാർജിൻ കണ്ടുപിടിക്കാം. ഹാൻഡ് ഓഫ് മാർജിൻ ദാറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഇക്വൽ ടു the received power, that is of the hand off, received power do after hand off in the limit threshold minus PR, that is received power, that is minimum യൂസ് ചെയ്യാൻ പറ്റുന്ന received power. ഇനി ഈ കേസിൽ നമ്മൾ പടത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബേസ് സ്റ്റേഷൻ 1 ടു ബേസ് സ്റ്റേഷൻ 2 ഒരു മൊബൈൽ യൂസർ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ പോയിന്റ് എയിൽ ഫിഗറിൽ പോയിന്റ് കണ്ടോ? ഫിഗറിൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. കാര്യം ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. ഈ ലൊക്കേഷൻ എന്തായിരിക്കണം? പോയിന്റ് എ. ഇതാണ് പോയിന്റ് എ എന്ന് വരുമ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് ടു ന്യൂ സെൽ. ഇനി ഇതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് എത്തുമ്പോൾ ഹാൻഡ് ഓഫ് നടക്കണം. അപ്പോൾ ഹാൻഡ് ഓഫ് നടക്കാനുള്ള ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ. ബിക്കോസ് ഇറ്റ് ക്രോസസ് വാട്ട്? ഹാൻഡ് ഓഫ് ത്രിഷോൾഡ്. ഇനി ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് നടന്ന് ഒരു പർട്ടിക്കുലർ ലെവലെത്തും. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ആ ലെവൽ വരെ നമുക്ക് കോള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്നിട്ടും ഹാൻഡ് ഓഫ് നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? അതും കഴിഞ്ഞു പോയാൽ പിന്നെ എന്തായി? അതും കഴിഞ്ഞു പോയാൽ എന്താവും? കോള് ടെർമിനേറ്റ് ആവും. So at level B, even if hand off doesn't happen, call will get terminated. Hand off നടന്നില്ലെങ്കിലും ആ പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ ലെവൽ ബി എത്തുമ്പോൾ എന്താവും? കോള് ടെർമിനേറ്റ് ആവും. അപ്പോൾ ഇതെന്താവും? നമ്മളുടെ വാല്യൂ ഡെൽറ്റ എന്ന് പറയുന്ന മാർജിൻ എന്ന് പറയുന്നുണ്ട്. വാല്യൂ എന്ന് പറയുന്നത് ഹിയർ ഫ്രം ദിസ് ടു ദിസ്. മാർജിൻ എന്ന് പറയുന്നത് ഇതൊട്ട് ഇതുവരെയുള്ള വാല്യൂ ആണ് ഡെൽറ്റ അത്രയും വരണം. അപ്പോൾ അതെടുക്കുന്ന സമയം ഞാൻ ഇപ്പോൾ ഈ കേസിൽ ഇതാണ് എൻ്റെ ടൈം.
ഈ സമയത്തിൻ്റെ അകത്ത് എന്ത് നടക്കണം? ഈ സമയത്തിൻ്റെ അകത്ത് നമുക്ക് ഹാൻഡ് ഓഫ് നടത്തണം. അപ്പോൾ ഈ വാല്യൂ സിഗ്നൽ പവർ റിസീവ്ഡ് സിഗ്നൽ പവറിന്റെ ഹാൻഡ് ഓഫ് ത്രിഷോൾഡും മിനിമം അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് ടു മെയിൻറ്റെയിൻ ദ കോൾ, ആ ഡിഫറൻസിനാണ് ഡെൽറ്റ എന്ന് പറഞ്ഞത്. ഇത് ഒരുപാട് വലുതായിരുന്ന എന്ത് പറ്റും? ടൈം കൂടും. ഇപ്പോൾ വെറുതെ വേണ്ടാതെ ഹാൻഡ് ഓഫ് നടക്കും. ഇനി ഇത് തീരെ കുറഞ്ഞു പോയാൽ എന്ത് പറ്റും? ഹാൻഡ് ഓഫ് നടക്കാനുള്ള ടൈം കിട്ടൂല. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഡെൽറ്റ ഈസ് ടു ലാർജ്, ഒരുപാട് വലുതാണെങ്കിൽ ടൈം പീരീഡ് കൂടും. ഹാൻഡ് ഓഫ് നടക്കാനുള്ള ടൈം പീരീഡ് ഒരുപാടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് കട്ട് ചെയ്യുമ്പോഴേ ഹാൻഡ് ഓഫ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അൺനെസസറി ഹാൻഡ് ഓഫ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതെന്താവും? ബേർഡൻ ഉണ്ടാക്കും. ആർക്കും? മൊബൈൽ സ്വിച്ചിങ് സെന്ററിന് ബേർഡൻ ആയിരിക്കും. ഇനി ഒരുപാട് ചെറുതായി പോയാൽ എന്ത് പറ്റും? ഈ ടൈം പീരീഡ്, നമ്മൾ ഇരിക്കുന്ന ടൈം പീരീഡ് വളരെ ചെറുതാവും. പിന്നെ ഹാൻഡ് ഓഫ് നടക്കാനുള്ള ടൈം പീരീഡ് കിട്ടൂല. എന്ന് വെച്ചാൽ ടൈം പീരീഡ് ചെറുതാണെങ്കിൽ പെട്ടെന്ന് എന്താവും? മിനിമം അക്സെപ്റ്റബിൾ സിഗ്നൽ ലെവലേയും കണ്ട് താന്നു പോയാൽ പിന്നെ ഹാൻഡ് ഓഫ് നടക്കൂല. അതാണ് ഡെൽറ്റ അല്പം ഒരുപാട് ചെറുതായി പോയുള്ള പ്രശ്നം. അപ്പോൾ എന്തായിരിക്കണം? ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് അസൈൻ ചെയ്യണം. അത് ഇറ്റ് കനോട്ട് ബി ടു ലാർജ് ഓർ ടു സ്മോൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡെൽറ്റയുടെ റീജിയൻ്റെ അകത്ത് എന്ത് നടക്കണം? ഹാൻഡ് ഓഫ് നടക്കണം. ഹാൻഡ് ഓഫ് നടക്കുമ്പോൾ എന്ത് പറ്റും? സിഗ്നൽ സ്ട്രെങ്ത് ആ പർട്ടിക്കുലർ ലെവൽ ഹാൻഡ് ഓഫ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് റൈസ് ആവും. ബിക്കോസ് ആ ബൗണ്ടറി ലൊക്കേഷൻ അടുപ്പിച്ച് വരുമ്പോൾ പെട്ടെന്ന് റൈസ് ആവും. അവിടെ നിന്ന് പുതിയ ചാനലിലോട്ട് കോൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പിന്നെ സിഗ്നൽ സ്ട്രെങ്ത് ആരുടെയാണ്? കൂടി പോകുന്ന ഈ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ന്യൂ ചാനലിൻ്റെയാണ്. ഇതെന്ന് പറയുന്നത് ഓൾഡ് ചാനലിൻ്റെ. അപ്പോൾ ഇതാണ് ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് എന്ന് പറയുന്നത്. ഈ ത്രിഷോൾഡ് കഴിഞ്ഞിട്ട് ഹാൻഡ് ഓഫ് നടക്കും. എന്നിട്ട് മിനിമം അക്സെപ്റ്റബിൾ സിഗ്നൽ വരെ നോക്കും. ഒരുപാട് കൂടിപ്പോയാൽ ഹാൻഡ് ഓഫ് എന്ത് പറ്റും? അനാവശ്യമായി നടക്കും. ഒരുപാട് ചെറുതായി പോയാൽ ഹാൻഡ് ഓഫ് നടത്താൻ സമയമില്ലാതെ വരും. അതാണ് ഇവിടെയും പറയുന്നത് ഹാൻഡ് ഓഫ്. ടൈം കണ്ട് ഡ്യുവൽ ടൈം എന്ന് പറയുന്നത് ടൈം ഓവർ വിച്ച് എ കോൾ മേ ബി മെയിൻറ്റെയിൻഡ് വിത്തിൻ എ സെൽ വിത്തൗട്ട് ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് നടക്കാതെ എത്ര നേരം വരെ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് ടൈം. അതാണ് ഇതാണ് ഡ്യുവൽ ടൈം എന്ന് പറയുന്നത്. ഹാൻഡ് ഓഫ് നടക്കാതെ എത്ര നേരം വരെ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് ഡ്യുവൽ ടൈം. ഓക്കെ, ഇപ്പം ഈ കേസിൽ ഡ്യുവൽ ടൈം എന്ന് പറയുന്നത് ഇതോട്ട് ഇതുവരെ ഡ്യുവൽ ടൈം. ഹാൻഡ് ഓഫ് നടക്കാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ കേസ് ഹാൻഡ് ഓഫ് നടന്നിട്ട് ഇവിടെ വെച്ച് നടന്നു, ഇവിടെ വെച്ച് ഹാൻഡ് ഓഫ് ഇനിഷ്യേറ്റ് ചെയ്തു വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എന്താവും? ഡ്യുവൽ ടൈം. സോ ഡ്യുവൽ ടൈം ഇസ് എ ടൈം ഓവർ വിച്ച് എ കോൾ മേ ബി മെയിൻറ്റെയിൻഡ്. കോൾ മെയിൻറ്റെയിൻ ചെയ്യണം പറ്റണം വിത്തിൻ എ സെൽ, ഒരു സെല്ലിൻ്റെ അകത്ത് തന്നെ വിത്തൗട്ട് ഹാൻഡ് ഓഫ് നടത്താതെ എത്ര നേരം വരെ ടൈം മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് ഡ്യുവൽ ടൈം. അത് പ്രൊപ്പഗേഷൻ, ഇൻഡർഫറൻസ്, ഡിസ്റ്റൻസ്, അതർ ടൈം വേരിയിങ് ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പെട്ടെന്ന് നടക്കാനും പാടില്ല, അതേ സമയത്ത് സബ്സ്ക്രൈബിന് അത് അറിയാനും പാടില്ല. സ്വിച്ച് ആവുന്നുണ്ട്, ചാനൽ സ്വിച്ച് ആവുന്നുണ്ട് അറിയാൻ പാടില്ല. ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്, ഹാർഡ് ഹാൻഡ് ഓഫും സോഫ്റ്റ് ഹാൻഡ് ഓഫും. ഇനി ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു പേരാണ് ബ്രേക്ക് ബിഫോർ മേക്ക്. പുതിയ കണക്ഷൻ മേക്ക് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? പഴയ കണക്ഷനെ ബ്രേക്ക് ചെയ്യണം. പുതിയ കണക്ഷനെ മേക്ക് ചെയ്യുന്നതിന് മുമ്പേ പഴയ കണക്ഷനെ ബ്രേക്ക് ചെയ്യണം. മീൻസ് ഇഫ് എ മൊബൈൽ യൂണിറ്റ് ബ്രേക്സ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് ദ കറണ്ട് ബേസ് സ്റ്റേഷൻ, ആരുടെ സെല്ലിലാണോ നിൽക്കുന്നത് അതിനൊരു ബേസ് സ്റ്റേഷൻ കാണും. അപ്പോൾ ആ മൊബൈലും ആ ബേസ് സ്റ്റേഷനുമായിട്ടുമുള്ള കണക്ഷൻ ആദ്യം ബ്രേക്ക് ചെയ്യും. ബിഫോർ എന്തിനു മുമ്പേ? പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മുമ്പേ പഴയ കണക്ഷൻ ബ്രേക്ക് ചെയ്യും. അപ്പോൾ പുതിയ കണക്ഷൻ ആരുമായിട്ടാണ്? ന്യൂ ബേസ് സ്റ്റേഷനുമായിട്ടുമാണ് കണക്ഷൻ നടക്കുന്നത്. പഴയ കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം കറൻ്റ്ലി അയാൾ നിൽക്കുന്ന പൊസിഷനിലുള്ള ബേസ് സ്റ്റേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതാണ് എക്സാമ്പിൾ. ബേസ് സ്റ്റേഷൻ 1 ആണ്. ഇത് നമ്മളുടെ ഓൾഡ് കണക്ഷൻ. ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബേസ് സ്റ്റേഷൻ 1ഉം മൊബൈൽ സ്റ്റേഷനായിട്ട് കണക്ഷൻ ഉണ്ട്, അതാണ് ഈ കണക്ഷൻ. ആൻഡ് ദിസ് ഈസ് ദ ഓൾഡ് കണക്ഷൻ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കറണ്ട് കണക്ഷൻ ഓർ കറണ്ട് കണക്ഷൻ വിത്ത് ദ കറണ്ട് ബേസ് സ്റ്റേഷൻ. ഇനി നമ്മൾ ഒരു സെല്ലിൽ നിന്ന് വേറെ സെൽ, നമ്മൾ MS മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബേസ് സ്റ്റേഷൻ്റെ കവറേജ് ഏരിയയിൽ നിന്നും സെക്കൻഡ് ബേസ് സ്റ്റേഷൻ്റെ കവറേജ് ഏരിയയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ സ്ട്രെങ്ത് റിസീവ് ചെയ്യും. ബട്ട് അത് കണക്ഷൻ മേക്ക് ചെയ്യില്ല. ഏതുമായിട്ട് കണക്ഷൻ ഉള്ളൂ? ഇപ്പോൾ കറണ്ടായിട്ട് BS1ഉമായിട്ട് കണക്ഷൻ ഉള്ളൂ. അതാണ് ബിഫോർ ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് നടക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും? പഴയ കണക്ഷനെ ബ്രേക്ക് ചെയ്യും.
എന്നിട്ട് മാത്രമേ പുതിയ കണക്ഷനോട്ട് കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം എന്തായി, ബ്രേക്ക് ബിഫോർ മേക്ക്. ആദ്യം ബ്രേക്ക് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, മേക്ക് ചെയ്യും വിത്ത് ദ ന്യൂ ബേസ് സ്റ്റേഷൻ. അപ്പോൾ ബേസ് സ്റ്റേഷൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, ഇതിൻ്റെ പഴയ ബേസ് സ്റ്റേഷൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതായി കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഇതിനാണ് ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റെഡ് കളർ കാണുന്നത് സെൽ 1ന്റെ സിഗ്നൽ സ്ട്രെങ്ത്തും ഇതെന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷൻ. നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ ഡിസ്റ്റൻസ് കവറപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, സെൽ 1ന്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞ് വരും. അതേ സമയത്ത് പുതിയ സെല്ലോട്ട് പോകുന്ന മുമ്പേ എന്താവും, സെൽ ബി എന്ന് വെച്ചാൽ സെൽ ബിയുടെ കവറേജ് ഏരിയ അല്ലെങ്കിൽ കവറേജ് സിഗ്നൽ സ്ട്രെങ്ത് കൂടി വരും. ഇപ്പോൾ കോൾ ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്താവും, കവറേജ് ഏരിയ ആദ്യം സിഗ്നൽ സ്ട്രെങ്ത് ആദ്യം കുറഞ്ഞ് വരും. ഹാൻഡ് ഓഫ് നടന്നിട്ട് പതുക്കെ കൂടി വരും. ഇനി ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇന്റർ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാറും. ഇൻട്രാ സെല്ലുലാർ മീൻസ് ദ ഹാൻഡ് ഓഫ് ഒക്കേഴ്സ് വിത്തിൻ ദ സെയിം സെൽ. ഒരു സെല്ലിൽ തന്നെ ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ അത് ഇൻട്രാ സെൽ ഹാൻഡ് ഓഫ് എന്നും പറയും. എന്ന് വെച്ചാൽ ആ സെല്ലിൻ്റെ അകത്തുള്ള ഒരു ചാനലിൽ നിന്നും വേറൊരു ഫിസിക്കൽ ചാനലിലോട്ട് എന്ത് ചെയ്യും, കോൾ ട്രാൻസ്ഫർ ചെയ്യും, വേറൊന്നുമില്ല. ഇനി ഇന്റർ സെൽ എന്ന് പറയുന്നത് രണ്ട് സെൽ തമ്മിൽ കോൾ ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ ഇന്റർ സെല്ലുലാർ ഹാൻഡ് ഓഫ് എന്ന് പറയും. ഇനി അത് രണ്ട് BSCയുടെ കീഴിലുള്ള ഡിഫറെൻറ്റ് BSCയുടെ ബേസ് സ്റ്റേഷനിലാണെങ്കിൽ അതിനെന്താ പറയും, ഇന്റർ BSC എന്ന് പറയും. രണ്ട് ഡിഫറെൻറ്റ് MSCയുടെ തമ്മിൽ ഒരു ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ, അതുവഴി ഒരു ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ VSA ഇന്റർ MSC. ഇനി ഇന്റർ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാറുടെ ഒരു എക്സാമ്പിളാണ്. ഇൻട്രാ സെൽ എന്ന് പറഞ്ഞാൽ സെയിം സെല്ലിൻ്റെ അകത്ത് ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ കേസ് സെയിം സെല്ലിൻ്റെ അകത്ത് ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ എന്ത് പറയും, ഇൻട്രാ ഹാൻഡ് ഓഫ് എന്ന് പറയും, ഇൻട്രാ സെൽ ഹാൻഡ് ഓഫ് എന്ന് പറയും. ഇനി നമ്മൾ വേറെ സെല്ലിലോട്ട് പോവുകയാണെങ്കിൽ ഹാൻഡ് ഓഫ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് സെൽസ് നടക്കുകയാണെങ്കിൽ എന്ത് പറയും, ഇന്റർ സെൽ ഹാൻഡ് ഓഫ് എന്നും പറയും. ഇനി ഇതിപ്പോൾ BSC ഉണ്ട, ഇതേപോലെ രണ്ട് BSC തമ്മിൽ ഇതേപോലെ വേറെ ഇവിടെ ഒരു BSC ഉണ്ടെന്ന് വിചാരിച്ചോ. വേറെ BSCയുടെ കീഴിലുള്ള ബേസ് സ്റ്റേഷൻ തമ്മിൽ ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ ഇൻട്രാ BSC. അതേപോലെ ഇതേ കമ്പനിയുടെ വേറൊരു MSC, വേറെ ലൊക്കേഷൻ ഇരിക്കുന്ന MSC തമ്മിൽ ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ എന്ത് പറയും, ഇന്റർ MSC എന്ന് പറയും. ഓക്കെ, ഇന്റർ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് നടക്കും, രണ്ട് ഡിഫറെൻറ്റ് സെല്ലാണ്. ഇനി ഇൻട്രാ എന്ന് പറഞ്ഞാൽ സെയിം സെല്ലിൽ, ഇൻട്രാ സെൽ എന്ന് പറഞ്ഞാൽ സെയിം സെല്ലിൽ, ഇന്റർ സെൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സെല്ല്. ഇന്റർ വന്നു കഴിഞ്ഞാൽ തന്നെ ഡിഫറെൻ്റ് എന്ന അർത്ഥം, വേറൊന്നുമില്ല. ഇനി സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേക്ക് ബിഫോർ മേക്ക്. ആദ്യം രണ്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് പഴയ കണക്ഷനെ ബ്രേക്ക് ചെയ്യുക. രണ്ടും എന്ന് വെച്ചാൽ ഹാൻഡ് ഓഫ് നടക്കാൻ പോകുന്ന സമയത്ത് ആദ്യം പുതിയ കണക്ഷൻ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പഴയ കണക്ഷനെ ബ്രേക്ക് ചെയ്യുക. അതാണ് മേക്ക് ബിഫോർ ബ്രേക്ക്. ഇനി മൊബൈൽ യൂണിറ്റ് ബ്രേക്സ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് ദ കറന്റ് ബേസ് സ്റ്റേഷൻ ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ്. പുതിയ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ശേഷമേ പഴയ കണക്ഷനെ കളയുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു സീംലെസ് ഹാൻഡ് ഓഫ് ആണ്. മറ്റെന്തായാലും ആദ്യമേ ബ്രേക്ക് ചെയ്യും, പിന്നെ കണക്ഷൻ മേക്ക് ചെയ്യുള്ളൂ. ഇതെന്താണ്, ആദ്യമേ മേക്ക് ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്യും. അതാണ് മേക്ക് ബിഫോർ ബ്രേക്ക് പ്രോസസ്. ഇനി the mobile unit breaks its connection with the current base station after establishing a connection with the new base station. അതിപ്പോൾ പറഞ്ഞത്, if a unit enters a region in which transmission of two base stations are compatible, രണ്ട് transmission compatible signals ആണെങ്കിൽ the mobile unit enters the soft handoff state in which it is connected to base station. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എത്തുമ്പോൾ രണ്ടിൻ്റെയും സിഗ്നൽ സ്ട്രെങ്ത് സെയിം ആണെങ്കിൽ സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോഫ്റ്റ് ഹാൻഡ് ഓഫിൽ രണ്ട് കണക്ഷൻ മേക്ക് ചെയ്യുക. എപ്പോഴാണ് ഒരു സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയുന്നത് അത് ബ്രേക്ക് ചെയ്താൽ മതി. ഒരു ലൊക്കേഷൻ എത്തിയിട്ട് രണ്ട് സിഗ്നൽ കമ്പാരബിൾ ആണെന്ന് വിചാരിച്ചു, അപ്പോൾ രണ്ടിൻ്റെയും കണക്ഷൻ മേക്ക് ചെയ്യും. നേരത്തെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, പുതിയ കണക്ഷൻ കൂടെ മേക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും, കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ ഏതെങ്കിലും ഒരു സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയുന്നത് അപ്പോൾ കുറഞ്ഞ സിഗ്നലിന്റെ കണക്ഷൻ ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫിന്റെ മെയിൻ അഡ്വാൻറ്റേജ്.
ഇനി ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണം എന്ത് ചെയ്യണം? ദ ടു ബേസ് സ്റ്റേഷൻ ഓപ്പറേറ്റ് സിങ്കർണസ്ലി വിത്ത് വൺ അനദർ. രണ്ട് തമ്മിൽ ഒരു സിങ്കർണസ് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് സോഫ്റ്റ് ഹാൻഡ് ഓഫ് നടക്കുള്ളൂ. ഇതാണ് എക്സാമ്പിൾ ഓഫ് സോഫ്റ്റ് ടു ഹാൻഡ് ഓഫ്. ആദ്യം എന്ത് ചെയ്യും? ഈ ലൊക്കേഷനിൽ ഏത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? നമ്മൾ ബേസ് സ്റ്റേഷൻ 1ന്റെ സിഗ്നൽ മാത്രം ഉണ്ടായുള്ളൂ. നടുക്ക് വന്നപ്പോൾ എന്തായി? ബേസ് സ്റ്റേഷൻ 2ന്റെ സിഗ്നലും കൂടെ വന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഫസ്റ്റ് എന്തായി? കണക്ഷൻ മേക്ക് ചെയ്തു. കണക്ഷൻ മേക്ക് ചെയ്തു. പിന്നെ ഹാൻഡ് ഓഫ് നടന്നു കഴിഞ്ഞാൽ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്താവും? സെക്കൻഡ് ആയിട്ട് വരുന്നത് ബ്രേക്ക്. പഴയ കണക്ഷനെ ബ്രേക്ക് ചെയ്യും. ഏത് സിഗ്നലാണ് വീക്ക് ആവുന്നത് അതിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതെന്താവും? ആദ്യം മേക്ക് ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയും? സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഇനി മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് മൊബൈലിന്റെ അസിസ്റ്റന്റിന്റെ കൂടെ, മൊബൈലിന്റെ സഹായത്തോടെ ഹാൻഡ് ഓഫ് ഡിസിഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് എന്ന് പറയും. മീൻസ് ഇൻ എ മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് എവറി മൊബൈൽ സ്റ്റേഷൻ മെഷേഴ്സ് ദ റിസീവ്ഡ് സിഗ്നൽ ഫ്രം ദ സറൗണ്ടിങ് ബേസ് സ്റ്റേഷൻ ആൻഡ് കണ്ടിന്യൂസ്ലി റിപ്പോർട്ട് ദ റിസൾട്ട് ഓഫ് ദീസ് മെഷർമെന്റ് ടു ദ സർവിംഗ് ബേസ് സ്റ്റേഷൻ. ഇൻഫർമേഷൻ എന്താവും? നമ്മുടെ മൊബൈൽ സ്റ്റേഷൻ നമ്മുടെ മൊബൈൽ അത് ഇൻഫർമേഷൻ എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും ടു ദ ആരുടെയാണ്? ബേസ് സ്റ്റേഷനോട്ട് ഇൻഫർമേഷൻ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ സിഗ്നൽ സ്ട്രെങ്ത് മിനിമം ത്രിഷോൾഡ് കടക്കുന്നത് അപ്പം മാത്രം ട്രാൻസ്ഫർ ഹാൻഡ് ഓഫ് നടക്കുള്ളൂ. അപ്പൊ ആരുടെ സഹായത്തോടെയാണ് ഹാൻഡ് ഓഫ് നടക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ സ്റ്റേഷൻ, അല്ലെങ്കിൽ മൊബൈലിന്റെ സഹായത്തോടെയാണ് ഹാൻഡ് ഓഫ് നടക്കുന്നത്. അപ്പൊ അതിനെ എന്ത് പറയാം? മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് എന്നും പറയാം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ സിസ്റ്റം തൊട്ടാണ് അങ്ങനെ വരാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നമ്മുടെ ബേസ് സ്റ്റേഷൻ, നമ്മുടെ മൊബൈൽ സ്വിച്ചിങ് സെന്ററിന് ഒരുപാട് ബേർഡൻ ഒന്നും വരില്ല. എപ്പോഴും മൊബൈൽ സ്വിച്ചിങ് സെന്റർ കൺട്രോളിന്റെ ആവശ്യമില്ല. ആരുമായിട്ട് ചെയ്താൽ മതി? നമ്മുടെ കയ്യിലുള്ള മൊബൈലിന്റെ സഹായത്തോടെ തന്നെ മൊബൈലും ബേസ് സ്റ്റേഷന്റെ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്ത് നമുക്ക് സ്വിച്ചിങ് നടക്കാം. വിത്തൗട്ട് ദ യൂസ് ഓഫ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഹാൻഡ് ഓഫ് പ്രോപ്പറായിട്ട് നടത്താം. ഇനി അതേ സമയത്ത് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്ക് തമ്മിൽ ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ എന്ത് പറയും? ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് എന്ന് പറയും. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എ കോൾ, ഇഫ് എ മൊബൈൽ ഫോൺ മൂവ്സ് ഫ്രം വൺ സെല്ലുലാർ സിസ്റ്റം എന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ BSNL എന്ന് വിചാരിച്ചോ, വൺ സെല്ലുലാർ സിസ്റ്റം BSNL ടു ഡിഫറെന്റ് സെല്ലുലാർ സിസ്റ്റം ഫോർ എക്സാമ്പിൾ ജിയോ, ഓക്കെ, കൺട്രോൾ ബൈ ഡിഫറെന്റ് MSC. രണ്ട് സെല്ലുലാർ സിസ്റ്റം ആണെങ്കിൽ രണ്ട് ഡിഫറെന്റ് MSC ആയിരിക്കണം. ദെൻ എന്ത് പറയാം? ആൻഡ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് ബിക്കം നെസസറി. ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് നടക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ BSNL നിന്ന് ജിയോയിലോട്ട് കോൾ വരുമ്പോൾ രണ്ട് MSC ആയിരിക്കും രണ്ടുപേരുടെ നെറ്റ്വർക്കിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഹാൻഡ് ഓഫിനെ എന്ത് പറയും? ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് എന്ന് പറയും. ബാക്കിയെല്ലാം സെയിം ആണ്. എന്താണ്? ഹാൻഡ് ഓഫും സെയിം ആണ്. രണ്ട് സിസ്റ്റത്തിൽ തമ്മിൽ ഹാൻഡ് ഓഫ് നടക്കുകയാണെങ്കിൽ എന്ത് പറയും? ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് എന്ന് പറയും. ഇനി ഹാൻഡ് ഓഫിനെ പ്രയോറൈറ്റൈസേഷൻ എങ്ങനെ നടത്താം എന്ന് വെച്ചാൽ ഏതൊക്കെ ഹാൻഡ് ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാം. രണ്ട് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗാർഡ് ചാനൽസ് എന്ന് പറയും. എന്ന് വെച്ചാൽ കുറച്ച് ചാനൽസിനെ ഹാൻഡ് ഓഫിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഹാൻഡ് ഓഫിന്റെ നെസസിറ്റി വരികയാണെങ്കിൽ ആ ഫ്രാക്ഷൻ ഓഫ് ചാനൽസ് മാത്രം യൂസ് ചെയ്ത് ഹാൻഡ് ഓഫിനെ നടത്തുക. അപ്പം എന്ത് ചെയ്യും? ഇറ്റ് റെഡ്യൂസസ് ദ ടോട്ടൽ ക്യാരിഡ് ട്രാഫിക് ചാനലിനെ കുറയ്ക്കാൻ ശ്രമിക്കും ബൈ ഓഫറിംഗ് എഫക്റ്റീവ് സ്പെക്ട്രം യൂട്ടിലൈസേഷൻ. കുറച്ച് സെല്ലിലുള്ള കുറച്ച് ചാനൽസിനെ ഹാൻഡ് ഓഫിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. അപ്പം അതിനെന്ത് പറയും? ഗാർഡ് ചാനൽസ് എന്ന് പറയും. ഇല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്? ക്യൂയിങ് ഓഫ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് ഹാൻഡ് ഓഫ് വളരെ ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം ഹാൻഡ് ഓഫ് നടത്തണം. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിക്രീസസ് ദ പ്രോബിലിറ്റി ഓഫ് ഫോഴ്സ്ഡ് ടെർമിനേഷൻ ഓഫ് എ കോൾ. ഫോഴ്സ്ഡ് ടെർമിനേഷൻ ഓഫ് കോളിനെ ഡിക്രീസ് ചെയ്യാൻ, പ്രോബിലിറ്റി ഓഫ് അതൊക്കെയുള്ള ചാൻസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും അത് സീറോ പ്രോബിലിറ്റി ഓഫ് ഫോഴ്സ്ഡ് ടെർമിനേഷൻ നടക്കൂല. അതെന്തായാലും കുറയ്ക്കും, ടെർമിനേഷൻ ഓഫ് കോൾ കുറയ്ക്കും. ഇറ്റ് ഈസ് പോസിബിൾ ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് there is a finite time interval between the time the received signal level drops below the hand off threshold and the time the call is terminated due to insufficient signal level. എന്ന് വെച്ചാൽ നേരത്തെ ഒരു പറഞ്ഞല്ലോ ടൈം പീരീഡ്. ഈ ടൈം പീരീഡ് ഒരുപാട് വലുതാണെങ്കിൽ പെട്ടെന്നൊന്നും ഹാൻഡ് ഓഫ് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആർക്കാണോ വേണ്ടത്, അപ്പൊ പെട്ടെന്ന് അയാളുടെ കോൾ കട്ടാവാൻ ചാൻസ് ഉണ്ട്. ആ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം?
ഹാൻഡ് ഓഫ് എന്താ ക്യൂ ചെയ്ത് വെക്കാം, അവർക്ക് ഇമ്പോർട്ടൻസ് ഉള്ളവർക്ക് കൊടുക്കാം. അതാണ് പറയുന്നത്. The delay time and the size of the queue is determined from the traffic pattern of the particular serving area. അത് ഡിലേ ടൈമും പർട്ടിക്കുലർ സ്ഥലത്തിലുള്ള ട്രാഫിക് പാറ്റേണും അനുസരിച്ച് നമുക്ക് എന്താ ഹാൻഡ് ഓഫിനെ ഓർഡർ ആയിട്ട് ക്യൂ ചെയ്ത് വെക്കാം. ആർക്കാണ് ആവശ്യമുള്ള സമയത്ത് ഹാൻഡ് ഓഫ് ശരിക്കും വേണ്ടത് അവർക്ക് ഹാൻഡ് ഓഫ് കൊടുക്കാം. അങ്ങനെ അഡ്വാൻറ്റേജ് എന്താണ്? അപ്പൊ അങ്ങനെ എന്താവും, ഹാൻഡ് ഓഫ് അനാവശ്യമായിട്ട് നടക്കൂല, ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കും. പക്ഷേ ഇതിന്റെ മെത്തഡിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും 0 പ്രോബിലിറ്റി ഓഫ് ഫോസ്റ്റ് ടെർമിനേഷൻ നടക്കില്ല. എന്ന് വെച്ചാൽ ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഒരിക്കലും 0% അതൊരിക്കലും 100% സക്സസ്ഫുൾ ആവില്ല. ഞാൻ എന്തായാലും ടെർമിനേഷൻ നടക്കാം, ബട്ട് ഇറ്റ് റെഡ്യൂസസ് ദ പ്രോബിലിറ്റി ഓഫ് ഫോസ്റ്റ് ടെർമിനേഷൻ ഓഫ് കോൾ. ഹാൻഡ് ഓഫ് സ്ട്രാറ്റജി പ്രാക്ടിക്കൽ കേസിൽ ഇഷ്യൂ 1 എന്ന് പറയുന്നത് ഹൈ സ്പീഡ് വെഹിക്കിൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ എന്തോ ഹൈ സ്പീഡ് ട്രാവൽ ചെയ്യുന്നത് പറ്റും, ഹാൻഡ് ഓഫ് അനാവശ്യമായി നടക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും? അംബ്രല്ല സെൽ യൂസ് ചെയ്യും. സോ ദ ലാർജ് അംബ്രല്ല സെൽ എന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ അംബ്രല്ല സെൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അംബ്രല്ല സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ സെല്ലിനാണ് അംബ്രല്ല സെൽ. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ്? ഫോർ ഹൈ സ്പീഡ് ട്രാഫിക്, സ്പീഡിൽ പോകുന്ന മൊബൈൽ സ്റ്റേഷനെ കൺട്രോൾ ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അംബ്രല്ല സ്റ്റേഷനാണ്, അല്ലെങ്കിൽ അംബ്രല്ല സെല്ലാണ്. ഇനി സ്മോളർ ട്രാഫിക്കിന് വേണ്ടി എന്ത് ചെയ്യും? മൈക്രോ സെൽസ് യൂസ് ചെയ്യും. സ്മോളർ ട്രാഫിക്കിന് മൈക്രോ സെൽസ് യൂസ് ചെയ്യും. ലാർജർ ട്രാഫിക്, ഫാസ്റ്റ് മൂവിങ് ട്രാഫിക്കിന് വേണ്ടി എന്ത് ചെയ്യും? ലാർജർ സെൽ അല്ലെങ്കിൽ അംബ്രല്ല സെൽ യൂസ് ചെയ്യും. ഇനി സെൽ ഡ്രാഗിങ് എന്ന് പറയുന്നത് പെഡിസ്ട്രിയൻ മൈറ്റ് പ്രൊവൈഡ് എ വെരി സ്ട്രോങ് കണക്ഷൻ ടു ദി ബേസ് സ്റ്റേഷൻ. ഒരു പെഡിസ്ട്രിയൻ ഈ വക്കിക്കൂടെ നടന്നു പോകുമെന്ന് വിചാരിച്ചോ, സെല്ലിന്റെ വക്കിക്കൂടെ നടന്നു പോയാണ് എന്ന് വെച്ചാൽ ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് കടക്കുന്നുമില്ല, അതേസമയത്ത് സിഗ്നൽ സ്ട്രെങ്ത് കുറവാണ്, ബട്ട് സ്ട്രോങ് ഇനഫ് ദാറ്റ് ഹാൻഡ് ഓഫ് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അത്തരം കേസിൽ എന്ത് ചെയ്യണം? ഹാൻഡ് ഓഫ് നടക്കുന്നില്ല, പക്ഷെ പുള്ളിക്കാരൻ വക്കിക്കൂടെ നടന്നുകൊണ്ടിരിക്കുക, സെല്ലിന്റെ വക്കിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹാൻഡ് ഓഫ് നടക്കുന്നുമില്ല. കാര്യം ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് കട്ടാവുന്നില്ല. ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് കട്ടായാൽ മാത്രമേ ഹാൻഡ് ഓഫ് നടക്കുള്ളൂ. അപ്പൊ അത് എങ്ങനെ ചെയ്യാം? അതിനുവേണ്ടി ഒരു കുറച്ചും കൂടി ഇന്റലിജന്റ് സിസ്റ്റം വേണ്ടി വരും. അത് എന്താണ്, വൈഡ് റേഞ്ച് ഓഫ് സിഗ്നൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി, മീൻസ് മോർ ഇന്റലിജന്റ് ഹാൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ഈസ് നീഡഡ് ടു ഡിസൈഡ് ഓൺ ഹാൻഡ് ഓഫ് ത്രിഷോൾഡ്. ഹാൻഡ് ഓഫ് ത്രിഷോൾഡ് നടക്കാൻ വേണ്ടി കുറച്ചും കൂടി ഇന്റലിജന്റ് സിസ്റ്റം വേണ്ടി വരും. ആൻഡ് റേഡിയോ പാരാമീറ്റേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് the ability to make hand-off decision based on the wide range of metrics അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അതർ ദാൻ ദ സിഗ്നൽ സ്ട്രെങ്ത്. സിഗ്നൽ സ്ട്രെങ്തിനെ കണക്ക് കൂട്ടാതെ തന്നെ പല പ്രോപ്പർട്ടീസ് ബേസ് ചെയ്ത് ഹാൻഡ് ഓഫ് നടത്താൻ വേണ്ടി ഒരു മോർ ഇന്റലിജന്റ് സിസ്റ്റം വേണ്ടി വരും.